ലോൺ ആപ്പിൽ കുരുങ്ങി ഒരു സഹോദരി ആത്മഹത്യ ചെയ്യുന്നത് നമ്മളിപ്പോഴും കണ്ടതാണ്. അതായത് ഇതുപോലെ ഈ മൊബൈലിലൊക്കെ ആളുകൾക്ക് വരും. എനിക്കുമൊക്കെ ദിവസം തോറും അങ്ങ് ലോൺ അങ്ങ് തരാനെ എത്ര പേരാ വരുന്നതെന്നറിയോ? ഇഷ്ടംമാതിരി ആളുകളാണ് ലോണും ഓഫർ ചെയ്തുകൊണ്ട് വരുന്നത്. നമുക്കങ്ങ് ലോൺ അനുവദിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലോൺ അനുവദിച്ച് കിടക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുക എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഒരു എസ് കൊടുത്താൽ മതി, അതിനകത്ത് ആ ലോൺ ഇങ്ങ് കിട്ടുകയാണ്. ഇതിങ്ങോട്ട് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാലോ ഇത് തിരിച്ചു വാങ്ങിക്കാൻ അവർക്കറിയാം. വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ല ഒരു 10,000 രൂപ ഈ പാവങ്ങൾ ചിലപ്പോൾ ഇതിൽ വീണിട്ട് അത്യാവശ്യക്കാരല്ലേ, അവർ ഇത് കണ്ടു കഴിഞ്ഞിങ്ങനെ ഒരു ഓഫർ കാണുന്നുണ്ടെങ്കിൽ വേറെ മാർഗമില്ല. ജീവിതത്തിന്റെ മുമ്പിൽ അവർ പകച്ചു നിൽക്കുകയാണ് കഷ്ടപ്പാടിൽ. അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കാണുന്നുണ്ടെങ്കിൽ എന്നാ ആയിക്കോട്ടെ, അതിന് പലിശ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇതിങ്ങെടുക്കും. ഈ 10,000 രൂപ എടുത്തു കഴിഞ്ഞാലോ ഇത് എത്ര അടച്ചാലും തീരത്തില്ല. ഇത് ഈ പൈസ തിരിച്ചടവ് എത്ര അടച്ചാലും തീരത്തില്ല. ഒരു കാരണവശാലും ജനങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ളവന്മാരുടെ ഇത് 1 രൂപ പോലും നിങ്ങൾ എടുക്കരുത്. ഈ ഓഫർ വരുന്നത് എന്ന് പറയുന്നത് അത് വെട്ടി അങ്ങ് കളഞ്ഞേക്കണം, അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുത്, നിങ്ങൾ എടുക്കരുത്. ഇത് എടുക്കാൻ പോയി ഒരുപാട് ആളുകളെ എനിക്കറിയാം എടുത്തിട്ടുള്ളവർ. എടുത്തിട്ട് അവസാനം അവര് കഷ്ടപ്പെടുകയാണ്. അതായത് ഒരിക്കൽ ഒരു 10,000 രൂപ എടുത്ത ആള് 30,000 രൂപ തിരിച്ചടച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചേക്കാണ് 10,000 രൂപ ബാക്കി. അത് കൊടുത്തില്ലെങ്കിൽ അവന്റെ എല്ലാ വിവരങ്ങളും പരസ്യപ്പെടുത്തുന്നു. മാത്രമല്ല അയാളുടെ നഗ്ന ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കയറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മുഴുവൻ അങ്ങ് പ്രചരിപ്പിച്ചേക്കുന്നു. മനുഷ്യരല്ലേ, ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഈ സഹോദരിക്ക് പറ്റിയതാണ്. അതിന്റെ ചിത്രങ്ങളൊന്നും അല്ല, അതിന്റെ തല മോർഫ് ചെയ്ത് എടുത്ത് വെച്ച് മറ്റ് നഗ്ന ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോണോഗ്രാഫി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ നമ്പരും കൊടുക്കും, ഫോൺ നമ്പര്. അപ്പൊ ഈ ഒരുപാട് ഞരമ്പ് രോഗികൾ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ, വൃത്തികെട്ട വിടന്മാര്. അവന്മാർ ഈ നമ്പറിലേക്ക് അങ്ങ് വിളിക്കുകയാണ്. ഒരു പെൺകുട്ടി ഇന്നാളെ വന്ന് എൻ്റെ അടുത്ത് പരാതിയായിട്ട് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അതിൻ്റെ നമ്പർ ഇതുപോലെ ലോൺ എടുത്തതാണ്, അതിൻ്റെ നമ്പർ കൊടുത്തിട്ട് അവൈലബിൾ ആണെന്ന്. ഇത് അതുകൊണ്ട് എന്താ അതിനെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുക. പാതിരാത്രിയൊക്കെ അവന് ഫോൺ വരിക, ഒരു മാർഗവുമില്ല. അവസാനം പിന്നെ ആ സിം കളഞ്ഞ ആ നമ്പർ കളഞ്ഞു ആ പെൺകുട്ടി, നിവൃത്തിയില്ലാതെ. എന്നിട്ട് പറഞ്ഞ് ആ നമ്പർ കളഞ്ഞതുപോലെ അതിനുള്ള ഉപദ്രവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആധാർ കാർഡിൽ കൊടുത്തേക്കുന്ന നമ്പർ എല്ലാ ഡോക്യുമെന്റിലും കൊടുത്തേക്കുന്ന നമ്പരാണ്. ഇനി അത് മുഴുവൻ മാറ്റണം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ജനങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ളവന്മാർ ഈ ലോൺ ഓഫർ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ ആരും വരുത്തില്ല. നേരെ മറിച്ച് അവനൊക്കെ ഉണ്ടല്ലോ ചോര കുടിക്കാൻ വരുന്ന ഷൈലോക്കുമാരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയണം. വലിയ ഉപദ്രവമാണ്, ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പുതിയ പരിപാടികൾ നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് ഏതൊക്കെ വിധത്തിൽ നമ്മുടെ ഫോണിൽ നിന്ന് വിവരങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം. അതിന് വരുന്നത് എന്താണെന്നറിയോ? ഇങ്ങോട്ട് വരും നിങ്ങളുടെ ഒരു പോസ്റ്റൽ ആർട്ടിക്കിൾ കേട്ടോ, പോസ്റ്റിൻ്റെയാണ്, ഇന്ത്യ പോസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. പോസ്റ്റ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ അഡ്രസ്സ് ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരണം, കൊടുക്കണം. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വന്നതാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ മറുപടി പോലും കൊടുക്കാൻ എന്നില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ പേരെഴുതി അയച്ചാലും ഇവിടെ കിട്ടും. അപ്പോൾ പേര് മാത്രം വെച്ചാലും എനിക്ക് കിട്ടാറുണ്ട് സാധനം. ഇന്നലെ ഒരാൾ ഇത് കേട്ടോണ്ട് ജസ്റ്റിസ് കമാൽ പാഷ എന്നെഴുതി അയച്ചതാണ്, വേറെ ഒന്നുമില്ല, എറണാകുളം. എനിക്ക് അവർ വീട്ടിൽ കൊണ്ട് തന്നവർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാണ്. അത് എഴുതിയിട്ടുണ്ട്, സാർ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ ഇത് അയക്കുന്നതെന്ന്. ഉപദ്രവം കൊണ്ടില്ല എന്ന് വേണ്ട, കാരണം ഇങ്ങനെ പറഞ്ഞത് കാരണം അതിൻ്റെതായ ഉപദ്രവങ്ങളും ഉണ്ട്. ഇനി അത് അവരാവശ്യക്കാരനാണ്, അയാൾ പൈസ കടം ചോദിക്കാനോ അയാളെ പണം ഇല്ലാതെ അതിൻ്റെ ബുദ്ധിമുട്ട് പറയാനോ ഒക്കെ എന്നെ വിളിച്ചതാണ്. പക്ഷേ എനിക്കൊന്നും ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമല്ലത്, അതിനകത്ത് മാർഗമില്ല എനിക്കൊന്നും. ആ സഹോദരൻ കേൾക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കിക്കോട്ടെ. അപ്പോൾ ഇത് ഒരു തട്ടിപ്പത്. ഇത് കൂടാതെ എന്താണെന്നറിയോ, ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ, അതായത് CBI, അതായത് നിങ്ങളെ CBI ഓഫീസിൽ നിന്നാണ്, ഡൽഹിയിൽ നിന്ന് അല്ലെ മുംബൈയിൽ നിന്ന് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കും. വളരെ വിവരമുള്ളവർ പോലും അതിൽ വീണു പോകും. ആ രീതിയിൽ ആണ് യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ വന്നിരിക്കും. അവനാകെയുള്ള മുതൽ മുടക്ക യൂണിഫോമാണ്. അവന് ഏതാണ്ട് ഒരു 10,000 രൂപ മുടക്കി ഒരു ഡ്രസ്സ്, ഒരു പാൻറ് ഷർട്ടും അതിനകത്ത് കുത്താനുള്ള സാധനങ്ങളും ഒരു തൊപ്പി അങ്ങ് സംഘടിപ്പിക്കും, മതി. അതാണ് അവൻ്റെ മുതൽ മുടക്ക്. ആ മുതൽ മുടക്കിയിട്ട് അവൻ എത്രയാണ്, ലക്ഷങ്ങളാണ്, കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത് ഇത് വെച്ചുകൊണ്ട്. ഒരുപാട് പേര് വഞ്ചിതരായിട്ടുണ്ട്, വളരെ ആകുന്നുണ്ട്. നിങ്ങളൊരു പാഴ്സൽ സിംഗപ്പൂരിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ അത് ഏതായാലും പിടിച്ചു അവർ. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് റെഡ് കോർണർ നോട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് എതിരെ ഇനി ഇന്റർപോളിൽ പ്രശ്നമുണ്ട്,
മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ഓർഡർ കാണിക്കുക. CBI എഴുതി അങ്ങോട്ട് ഓർഡർ എഴുതി അങ്ങോട്ട് കാണിക്കും. അതിനകത്ത് കണ്ടല്ലോ ഇത് മുഴുവൻ മരവിപ്പിച്ചേക്കാണ്, കോടതിയിൽ നിന്ന് മുഴുവൻ എല്ലാം മരവിപ്പിച്ചേക്കാണ്, ഒന്നുമില്ല. അപ്പോൾ അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഒഴിച്ചിട്ട് ബാക്കി അക്കൗണ്ടിലെ പണമെല്ലാം നിങ്ങളൊരു കാര്യം ചെയ്യും, എടുത്ത് ഞങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ തരാം, അതിലേക്ക് ഇടണം. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അന്വേഷണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം തിരിച്ചു വരും. മുഴുവൻ അക്കൗണ്ടിലേക്ക് പണമേ വേറൊരു അക്കൗണ്ട് നമ്പർ കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരുപാട് പേരുണ്ട്. ചിലർ പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടം പോലെ ആളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരും. നമ്മൾ കണ്ടതല്ലേ, ഒരു പുരോഹിത ശ്രേഷ്ഠൻ വരെ എന്നെ വരെ പറ്റിയതാണ് കേട്ടോ. ചില്ലറക്കാരനല്ല, അദ്ദേഹത്തിന് വരെ പറ്റിപ്പോയതാണ്. മാർ കുർലോസ് തിരുമേനിക്ക് പറ്റിയതാണ്, നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തന്നെ അത് തുറന്ന് പറഞ്ഞതാണ്. ഇത് ഇങ്ങനെ ഇതേപോലുള്ള തട്ടിപ്പ്. അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് ഇതങ്ങോട്ട് വരുന്നുണ്ടെ CBI നിങ്ങൾ വിളിക്കുന്നു, നിങ്ങൾ അയച്ച പാഴ്സലില് ഇങ്ങനെ ഒരു മയക്കുമരുന്നുണ്ട്, അതിന് കൊണ്ടുവന്നാൽ മതി എന്ന് പറയണം അവൻ്റെ അടുത്ത്. അപ്പോൾ ഇത് പോലീസിലേക്ക് ഞാൻ ഇവിടുത്തെ അല്ലെങ്കിൽ ഞാൻ കേരള പോലീസിൽ ഒന്ന് വിളിക്കട്ടെ, ഒന്ന് വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ വിളിയേ വരത്തില്ല. ഇതാ കാര്യം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുതിയൊരു പണി എനിക്ക് വന്നേക്കുന്ന ആ മെസ്സേജ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു വിദേശ വനിതയുടെ പേരിലുള്ള ഫോണാണ്, പക്ഷേ ഇന്ത്യൻ്റെ ഇത് മൊബൈലിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇത് ആർക്കാ അയക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഈ അയക്കുന്നത്. എന്തോന്നറിയോ, എന്നെ ഉദ്ദേശിച്ച എനിക്ക് വേണ്ടി കറക്റ്റായിട്ട് അയച്ചേക്കുന്നതാണ്. അതായത് ഐ ഹാവ് ഫണ്ട്സ് വിത്ത് മീ ഫോർ ചാരിറ്റി. എൻ്റെ കയ്യിൽ ചാരിറ്റിക്ക്, അതായത് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ എൻ്റെ കയ്യിൽ നല്ല ഫണ്ടുണ്ട്. ഗിവ് യുവർ ഡീറ്റെയിൽസ് സോ ദാറ്റ് ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. ആ ചാരിറ്റിക്ക് ഞാൻ നടത്താൻ വേണ്ടി എനിക്ക് പണം അവൾ അയച്ചു തരാമെന്ന് കേട്ടോ. അവളെ തന്തയ്ക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനേ അത് ഇട്ടിട്ടുണ്ട്. ഇനി വന്നാൽ മതി. ഇത് ചാരിറ്റിക്ക് കൊടുക്കാനേ പണം എനിക്ക് അയച്ചു തരാമെന്ന്. അതിന് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ, എന്തൊക്കെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല, അത് തുറന്നിട്ടില്ല. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത് എനിക്കൊരു ഊഹമുണ്ട്. കാരണം ചാരിറ്റിയുടെ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണ്ടേ, അതിന് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം, പിന്നെ അത് IFSC കോഡ്, KYC മുതലായ എല്ലാ വിവരങ്ങളും വേണ്ടി വരും കേട്ടോ. അതാണ് പുതിയ പരിപാടി. ഇത് കാണുന്നവരെന്തെന്നായിരിക്കാം, ഏതാണ്ട് ഒരു വിദേശ വനിതയല്ലേ, ഒരുപാട് കാശ് തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്തായാലും അതിൽ നിന്ന് കുറേ അടിക്കാം എന്ന് വിചാരിച്ച് എന്നെ അത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ എനിക്കൊരു സങ്കടമുണ്ട്. അതായത് ചാരിറ്റിക്ക് ആരെങ്കിലും ഒരു പൈസ എൻ്റെ കയ്യിൽ തന്നാൽ അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ അധികം ഇട്ട് ഞാൻ കൊടുക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അല്ലാതെ അത് ഞാൻ എടുത്ത് തിന്നത്തില്ല. അതെന്നെ അറിയാവുന്നവർക്കറിയാം. പക്ഷേ ഇതുപോലും ഇല്ലാതാണ് ഇത് എഴുതി അയച്ചേക്കുന്നത്. ഇതുപോലുള്ള തട്ടിപ്പുകൾ നിങ്ങൾക്ക് വരും. ചാരിറ്റിക്ക് പണം അയച്ചു തരാം നിങ്ങളുടെ ചോദിക്കും. ഇത് പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പറ്റി കാണും, ഉറപ്പാണ്. ഞാനിത് തുറന്നു പറഞ്ഞത് എനിക്കിത് വന്നേക്കുന്നതിൻ്റെ മൊബൈലിൽ ഇപ്പോഴും ആ മെസ്സേജ് കിടപ്പുണ്ട്. അത് ഇപ്പോഴും ഞാൻ അത് സൂക്ഷിച്ച് വെച്ചേക്കുക. ഒരു ഇന്ത്യൻ നമ്പറാണ് ആ വന്നേക്കുന്നത്. 91 വരുന്ന ഇന്ത്യൻ നമ്പറിൽ നിന്ന് തന്നെയാണ് ആ വന്നേക്കുന്ന മൊബൈൽ നമ്പർ, വിദേശ നമ്പരല്ല. അല്ലെ വിദേശ നമ്പറാണെങ്കിൽ പോലും അത് ഇന്ത്യയിൽ നിന്ന് വന്നേക്കാണ് കോളെല്ലാം എനിക്ക് മെസ്സേജാണ് വന്നേക്കുന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ എടുത്ത് കളഞ്ഞെങ്കിൽ ഈ മെസ്സേജ് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ചാരിറ്റിക്ക് പണം അയച്ചു തരാം, നല്ലത്. ഇത് ജനങ്ങൾ ഒരു കാര്യം ചെയ്യണം, ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഈ അക്കൗണ്ട് നമ്പർ ആർക്കും നിങ്ങൾ കൊടുക്കരുത്. ഏത് CBIക്കാരോ പോലീസുകാരോ ആര് ചോദിച്ചാലും സൗകര്യപ്പെടിയല്ല എന്ന് വിളിച്ച് പറയണം. അതാ വേണ്ടത്. ഇനി നിങ്ങളുടെ പേര് കേസുണ്ട്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേക്കാണ്, വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് രാത്രി മൊത്തം അവിടെ നിർത്തിയേക്കാണ്. വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവിനെയും കൊണ്ട് നിന്നതാണ്. ഇത് നിൽക്കുക, എന്തിനിങ്ങനെ ചെയ്യുന്നു? ഇത്രയും വിട്ടിത്തം കാണിക്കേണ്ട കാര്യമുണ്ടോ? അറസ്റ്റ് ചെയ്യുന്നതിന് വന്ന് വീട്ടിൽ വന്നങ്ങ് പിടിച്ചോണ്ട് നോക്കൂ, ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ ഇനി വരാൻ പറഞ്ഞാൽ മതിയല്ലോ. ഇനി വരാൻ പറഞ്ഞാൽ മതി, അതോട് തീർന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയാം, എന്നിട്ട് അവർ അത് കൈകാര്യം ചെയ്തോളൂ. ഇത്രയൊന്നും നിങ്ങളൊന്ന് പറയാമോ? പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇനി ഒരിക്കലും വഞ്ചിതരാകരുത്. 1 രൂപ പോലും ഇങ്ങനെ പോകരുത്. ഇതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ആര് വന്നാലും എന്ത് ഡീറ്റെയിൽസ്, പറ്റാത്ത ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ അപ്പോഴവിടെ നിർത്തിക്കൊള്ളണം. നോ, നത്തിങ്, അവിടെ മതി. അതാ വേണ്ടത്. നിങ്ങൾക്ക് പണം വെറുതെ കിട്ടിയിട്ടുണ്ട്, ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. പണ്ട് മൈക്രോസോഫ്റ്റ് ലോട്ടറി ആയിരുന്നു വരുന്നത്. എനിക്കും ഇഷ്ടംപോലെ ലോട്ടറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് വാങ്ങിക്കാൻ പോയിട്ടില്ല, വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് വഞ്ചിതരാകരുത്, സൂക്ഷിക്കുക. മാത്രമല്ല, ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്പ് തന്നെയാണത്. ഈ ലോൺ ആപ്പ്, ഈ ആപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല ഇവന്മാരുടെ ഇന്ന് പൈസ എടുത്താൽ. ഈ ഷൈലോക്കുമാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ നന്നാക്കാൻ അവർ വരികയല്ല, നിങ്ങളുടെ പണം പിടിച്ചു പറിക്കാൻ വരികയാണ്. കാരണം ഇത് ഈ പാവങ്ങളെ, മര്യാദക്കാരെ എല്ലാം വശത്താക്കി എടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക, വഞ്ചിതരാകാതിരിക്കുക.